ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു മൈക്ക് പെർമിഷന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. മൈക്ക് പെർമിഷൻ എന്നുള്ളതുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് വാഹനത്തിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കേരള പോലീസിന്റെ തുണ എന്നുള്ള വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപേക്ഷിക്കുന്ന ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ സക്സസ് എന്ന് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ആളുകൾക്ക് വേണ്ടി അവരവരുടെ ID തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം പോലീസ് സേവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു IDയിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അവരവരുടെ ID വെച്ച് തന്നെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് അവരുടെ പ്രൊഫൈൽ ഇവിടെ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് മേക്ക് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ പ്രൊഫൈൽ ഭാഗം ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫോട്ടോ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, ജെൻഡർ കാര്യങ്ങൾ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കുക. സോ അതിനായിട്ട് ആദ്യം ഫോട്ടോയുടെ ഈ പെൻ ഐക്കൺ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ക്രോപ്പ് ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാകും. അതിനുശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ആയിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക. നമ്മളിവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ പൂരിപ്പിച്ച് കൊടുക്കുക. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂസർ പ്രൊഫൈൽ അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് മൈക്ക് റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്ത മൊബൈൽ നമ്പർ അല്ല കൊടുക്കേണ്ടത്, വേറെ നമ്പർ ആണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള കോളത്തിൽ ഇവിടെ ID പ്രൂഫ് ആധാർ കാർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. സെയിം ആസ് തന്നെ കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഗനൈസേഷന്റെ സംബന്ധമായിട്ടുള്ള പരിപാടിയാണോ എന്നുള്ള ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് ഇവിടെ കൊടുക്കുക. ഇത് ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്തു. ഇതിപ്പോ ഒരു ജുമാത്ത് പള്ളി മഹൽ കമ്മിറ്റിയുടെ പേര് എടുക്കുന്നതായതുകൊണ്ട് ആ ഒരു പള്ളിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഈ റെഡ് കാണുന്നത് മാത്രമാണ് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഏതാണ് പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് അപേക്ഷയുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനറി ആണോ മൂവിംഗ് ആണോ എന്നുള്ള രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സ്റ്റേഷനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാമും, മൂവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനങ്ങൾക്കുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എപ്പോഴാണോ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എപ്പം മുതലാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 15-ാം തീയതി 10 AM മുതൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേണ്ടത് 27-ാം തീയതി വരെയാണ്. സോ 27 വരെ സെലക്ട് ചെയ്തു. 27 വൈകുന്നേരം 5 മണി വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എത്ര സൗണ്ട് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ്. അതിന്റെ എണ്ണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവന്റ് നടക്കുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. സോ അത് നമുക്കിവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. പർപ്പസ് ഓഫ് റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഇതൊരു മതപരമായിട്ടുള്ള ചടങ്ങായതുകൊണ്ട് തന്നെ റിലീജിയസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള സംഭവം കൃത്യമായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മലയാളത്തിലാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഞാനിപ്പോൾ മൂവിംഗ് സെലക്ട് ചെയ്തു. മൂവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അനൗൺസ്മെന്റ് വാഹനത്തിനുള്ളതാണ്. മൂവിംഗ് സെലക്ട് ചെയ്തു. ഇവിടെ ആഡ് റൂട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ റൂട്ട് എന്നുള്ള ഭാഗത്ത് ഇവിടെ ആദ്യം നമ്മൾ പോകുന്ന റൂട്ടുകൾ സെലക്ട് ചെയ്തു. ആഡ് റൂട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അടുത്ത റൂട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ടൈപ്പാണ് ഇവിടെ ചോദിക്കുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഹനത്തിന്റെ RCയും വാഹനത്തിന്റെ ഇൻഷുറൻസും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക.
ഇപ്പം നമുക്ക് മേക്ക് പെർമിഷൻ റിക്വസ്റ്റഡ് സേവ്ഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇതിനാവശ്യമുള്ള പേയ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പേ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ടു പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ട്രഷറി വഴിയായിരിക്കും നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിൽ പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക, പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കാർഡ് അല്ലെങ്കിൽ UPI ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ UPI ആണ് ഉപയോഗിക്കുന്നത്. പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ UPI ആപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡാണെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ട് OTP ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകും. പേയ്മെന്റ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. യുവർ ആപ്ലിക്കേഷൻ വിൽ ബി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് അതിനർത്ഥം. ഓക്കെ, ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. രജിസ്റ്റേർഡ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റെസിപ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഫീ പേയ്മെന്റ് അടച്ചതിൻ്റെയൊക്കെ റെസിപ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്, പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ഇതിന്റെ അപേക്ഷ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന്റെ അപേക്ഷ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പേയ്മെന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ മേക്ക് പെർമിഷൻ അപേക്ഷ കൊടുക്കുന്നത്. അതും നമ്മൾ മൂവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അനൗൺസ്മെന്റ് വാഹനത്തിന് അപേക്ഷ കൊടുക്കുന്നത്.